നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ഇനി ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ദ്രപ്രസ്ഥം കാണാൻ അനുവദിക്കരുതെന്നും അതിനുള്ള പോരാട്ടമാണ് വരും നാളുകളിൽ സംഘടിപ്പിക്കേണ്ടതെന്നും എഴുത്തുകാരനും വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ഏനാമാവ് പെരിങ്ങോട്ടുകര തൃശൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC 80ാം വാർഷിക സമാപനത്തിന്റെ ഭാഗമായി അന്തിക്കാട് സെലിബ്രേഷൻ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ചരിത്ര നിയോഗം പോലെ ആ CK വിശ്വനാഥന്റെ പുത്രനാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന സഖാവ് ബിനോയ് വിശ്വം എന്നുകൂടി സാന്ദർഭികമായിട്ടാണ് ഓർക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം ശിരസ് ഒരാളുടെ മുമ്പിലും കുനിച്ചിട്ടില്ലാത്ത അഭിമാനത്തിന്റെ ചരിത്രമുണ്ട്, അന്തസ്സിന്റെ ചരിത്രമുണ്ട്, പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. തോറ്റ ചരിത്രം കേട്ടിട്ടില്ലാത്ത ഒരു മഹിതമായ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്ത് തൊഴിലാളി യൂണിയനിലെ ഓരോ സഖാവും അവരുടെ കുടുംബക്കാരും. അതുകൊണ്ട് സഖാക്കളെ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ. ചെത്ത് തൊഴിലാളികൾ അനുഭവിച്ച കൊടിയ യാതനകളും പോരാട്ട വീര്യവുമാണ് പ്രസ്ഥാനത്തിന്റെ ഷെയർ ക്യാപിറ്റൽ. ആ കരുത്തിലായിരിക്കണം നാം മുന്നോട്ടു പോകേണ്ടതെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. സ്വാഗത സംഘം ചെയർമാൻ VS സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, AITUC ജില്ലാ പ്രസിഡന്റ് KG ശിവാനന്ദൻ, മഹിളാ സംഘം നേതാവ് ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, രാകേഷ് കണിയാമ്പറമ്പിൽ, KP സന്ദീപ്, PK കൃഷ്ണൻ, ജില്ലാ കൗൺസിൽ അംഗം KV വിനോദൻ, KK ജോബി, VS പ്രിൻസ്, PV അശോകൻ, CR മുരളീധരൻ, VR മനോജ്, KM ജയദേവൻ, കൺവീനർ TK മാധവൻ, KM കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. പൂർവ്വകാല നേതാക്കളെയും ക്വിസ് മത്സരങ്ങളിലും പ്രബന്ധ മത്സരങ്ങളിലും വിജയികളായവരെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. IPTA അവതരിപ്പിച്ച കലാപരിപാടികളോടെയാണ് പൊതുസമ്മേളന പരിപാടികൾ തുടങ്ങിയത്. കേരള കർഷക സംഘം മണലൂർ ഗ്രാമപഞ്ചായത്ത് തല സംയോജിത ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നതിന്റെ ഭാഗമായി CPM മണലൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ യോഗം സംഘടിപ്പിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KP ആലി ഉദ്ഘാടനം ചെയ്തു. KV ഡേവിസ് അധ്യക്ഷത വഹിച്ചു. PS പ്രസാദ്, VV പ്രഭാത്, VV സജീന്ദ്രൻ, PK അരവിന്ദൻ, രാജേഷ് കൊല്ലാടി, ചെയർമാൻ PR മുരളീധരൻ, കൺവീനർ MK സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജില്ലാ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാൻ തൃശൂർ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ കാഞ്ഞാണിയിൽ വെച്ച് സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് PK രാജു പദ്ധതി വിശദീകരണം നടത്തി. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കേതുൽ പ്രമോദ്, ആലപ്പാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ MB ബിമൽ കുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗൈനക്കോളജി, സർജറി, പൾമനോളജി, ENT, ഡെന്റൽ വിഭാഗങ്ങളിലായി 279 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മളുടെ കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി എല്ലാ വാർഡ് തലത്തിലും നമ്മളിതിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി ഒരു അവയർനെസ് കൊണ്ടുവന്നു. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ള ആൾക്കാരെ ഏകദേശം ഒരു 300 അധികം ആൾക്കാരെ നമ്മൾ ഈ ക്യാമ്പിലേക്ക് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നു. ഈ ക്യാമ്പ് പ്രത്യേകിച്ചും നമുക്ക് സ്ത്രീകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ പുരുഷന്മാർക്കും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ക്യാൻസറിൻ്റെ ഈ ഇന്നത്തെ ഇവിടെ നടക്കുന്നത്. ഏകദേശം ഒരു 6-7 ഡോക്ടർമാരുടെ സേവനം ഇന്ന് നമുക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് നമുക്ക് ഇതിനായിട്ട് വിട്ടുതന്നിട്ടുണ്ട്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 3,30,000 രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച KK നാരായണ മേനോൻ ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഗിലേഷ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, മെമ്പർമാരായ KR ദാസൻ, PV സെന്തിൽകുമാർ, സുരേഷ് ഇയ്യാനി, തൊഴിലുറപ്പ് AE ജ്യോതി, CDS അംഗം അമ്മിണി, ധർമ്മപാലൻ, മോഹനൻ, യൂസഫ് എന്നിവർ സംസാരിച്ചു.
മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി അഥവാ മൈൻഡ് ട്രസ്റ്റും യുവജന കൂട്ടായ്മയായ കൂട്ട് വളണ്ടിയേഴ്സും മണപ്പുറം ഫൗണ്ടേഷനും ചേർന്ന് ഇനി ഇമ്മടെ പൂരം 2.0 എന്ന പേരിൽ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. വലപ്പാട് ബീച്ചിൽ നടന്ന സംഗമത്തിൽ മൈൻഡ് ട്രസ്റ്റ് ചെയർമാൻ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കോർഡിനേറ്റർമാരായ സിന്ധു, മുസമ്മിൽ, വിഷ്ണുദാസ്, ജെറിൻ ജോൺസൺ എന്നിവർ സംസാരിച്ചു. കൂടിച്ചേരലിന്റെ ഓർമ്മയ്ക്കായി ഡാവിഞ്ചി സുരേഷ് മൈൻഡ് അംഗങ്ങൾക്കായി ചിത്രം ക്യാൻവാസിൽ വരച്ചു നൽകി. സംസ്ഥാന തലത്തിൽ ഭിന്നശേഷി പുരസ്കാരം നേടിയ അനീഷ അഷ്റഫ്, അബ്ദുൾ ഹാദി, തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജിഷ്ണു, ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ജെറിൻ ജോൺസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെ ഭാരവാഹികളും 35-ൽ അധികം രോഗബാധിതരും അവരുടെ കുടുംബാംഗങ്ങളും 15ഓളം വളണ്ടിയേഴ്സും സംഗമത്തിൽ പങ്കെടുത്തു. സംഘടനകൾ മുഖേന 10 പേരെ ഒട്ടും വീൽചെയർ കിട്ടാത്ത അങ്ങനത്തെ ആളുകൾ സംഘടിപ്പിച്ച് 10 പേരെ വീതം കേരളത്തിലെ 14 ജില്ലകളിൽ 150 വീൽചെയറുണ്ട്. 10 നമ്മൾ എക്സ്ട്രാ കൂടി കരുതിയിരിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും അർഹതപ്പെട്ട വീണ്ടും ഒരു 10 പേരെ ഇവിടെ കണ്ടാൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ 140 തന്നെ വേണ്ടു. പക്ഷേ എങ്കിൽ 150 തന്നെ കരുതിക്കൊടുത്തതിന് കേരളത്തിലെ കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത് വരെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങാൻ 2023-24 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൽ ശ്രീരാമൻചിറ പാടശേഖരത്തിൽ 20 ഏക്കർ സ്ഥലത്ത് കൃഷിവകുപ്പിന്റെ ധനസഹായത്തോടെ റാഗി, കഞ്ഞിപ്പുല്ല് കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി വിത ഉദ്ഘാടനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ നിർവഹിച്ചു. എന്നും വ്യത്യസ്തമായ കൃഷികൾ ഓരോ വർഷവും നടത്തി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുകയാണ് ശ്രീരാമൻചിറ പാടശേഖരം എന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ ശ്രീരാമൻചിറയിൽ നമുക്കറിയാം വളരെയധികം നമ്മുടെ കേരളത്തിന് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മാതൃകയാകുന്ന രീതിയിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ശ്രീരാമൻചിറയുടെ കീഴിൽ നടത്തുന്ന കൃഷിയുടെ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം വലിയ വലിയ ചാനലുകളിലും ഒക്കെ തന്നെ സ്ഥാനം പിടിച്ചതാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഉഴുന്ന്, അതുപോലെ തന്നെ തണ്ണിമത്തൻ, സൂര്യകാന്തിയൊക്കെ തന്നെ നമുക്ക് വളരെയധികം പ്രശസ്തി ആർജിച്ചു. നമ്മുടെ പല സ്ഥലങ്ങളിലും നിന്നും വിനോദ സഞ്ചാരികൾ പോലെയാണ് ആളുകൾ നമ്മുടെ ശ്രീരാമൻചിറ പാടം കാണാനായിട്ട് വന്നത്. പല സ്കൂളുകളിൽ നിന്നും ഒക്കെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുക. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് നമ്മൾ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇപ്രാവശ്യവും തണ്ണിമത്തൻ കൃഷി, സൂര്യകാന്തി എന്നിവ 20 സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത്, വാർഡ് മെമ്പർമാരായ ശാന്ത സോളമൻ, ജീന നന്ദൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ്, അന്തിക്കാട് കൃഷി ഓഫീസർ ശ്വേത KS, പാടശേഖര സമിതി പ്രസിഡന്റ് PV സുനിൽ, സെക്രട്ടറി വിൻസൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.